നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്പോയിലർ ഫ്രീ റിവ്യൂ ആണ് ഓഫ് ഗുഡ് ഫോർച്യൂൺ. സിനിമയുടെ ബേസിക് പ്രമിസ് അറിയില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ കിയാനു റീവ്സ് ഇതിനകത്ത് ഒരു ഏഞ്ചലാണ്. പുള്ളിക്കാരൻ ടെക്സ്റ്റിംഗ് ആൻഡ് ഡ്രൈവിംഗ് ആണ് പുള്ളിയുടെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ്. ബേസിക്കലി വണ്ടി ഓടിച്ച് ടെക്സ്റ്റ് ചെയ്ത് വേറെ വണ്ടിക്കിട്ട് കൊണ്ടുവന്ന് കയറ്റാണ്ട് അവരെ രക്ഷിക്കലാണ് പുള്ളിയുടെ ജോലി. അപ്പോൾ അറ്റ് വൺ പോയിന്റ് ഇൻ ടൈം പുള്ളിക്കാരൻ ഒരു ലോസ്റ്റ് സോളിനെ കാണും. അതാണ് നമ്മുടെ ഇതിലെ മെയിൻ ക്യാരക്ടർ. ആൻഡ് ഹീ ട്രൈസ് ടു ഹെൽപ്പ് ഹിം. അതാണ് ഈ സ്റ്റോറിയുടെ അകത്ത് ഫുള്ളായിട്ട് കാണിക്കുന്നത്. ആ സഹായിക്കാൻ നോക്കുന്നത്, അതിൽ എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് അത് അവസാനിക്കുന്നത്, അതാണ് ഈ ഒരു സിനിമ ഫുൾ കവർ ചെയ്യുന്നത്. ഇപ്പോൾ പെഡ്രോ പാസ്കൽ എയറിലായിട്ട് ലോകത്തിൽ കാണുന്ന എല്ലാ സിനിമയുടെ അതും കുത്തിക്കയറ്റുന്നു എന്ന് പറയുന്ന പോലെ കുറച്ച് നാൾ മുമ്പ് ഇതേ സ്റ്റാറ്റസ് അനുഭവിച്ചുകൊണ്ടിരുന്ന ആൾ തന്നെയാണ് കിയാനു റീവ്സ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയുടെ അകത്തും പുള്ളി അല്ലാണ്ട് വേറെ ഏത് ഒരു ആക്ടർ അഭിനയിച്ചിരുന്നെങ്കിലും ഐ തിങ്ക് ഇറ്റ് വുഡ് ബി ദ സെയിം. കാരണം ആ ഒരു ക്യാരക്ടറിന് പ്രത്യേകിച്ച് ഇത് കിയാനു ചെയ്തുകൊണ്ട് ഭയങ്കര കിടിലോ എന്ന് പറയാനും മാത്രം പ്രത്യേകിച്ചൊന്നും ഇല്ല. എനി വൺ കുഡ് പുൾ ഇറ്റ് ഓഫ്. ഈ സിനിമയിൽ ലോ പോയിന്റ്സ് എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല. കാരണം എല്ലാം ഒരു ഫ്ലോയിൽ തന്നെയാണ് പൊക്കോണ്ടിരുന്നത്. ഒരു നല്ല പേസിംഗ് ഉണ്ട്. അങ്ങനെ ബോർ അടിക്കാനും മാത്രമൊന്നുമില്ല. ആവശ്യത്തിന് കോമഡി അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അഗൈൻ സെത്ത് റോഗനും ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് വെരി എൻ്റർടൈനിങ് ടു വാച്ച്. ഒരു ആവറേജ് വൺ ടൈം വാച്ചിനായിട്ട് പോവുകയാണെങ്കിൽ ഈവൻ വിത്ത് ഫാമിലി, പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ഇല്ല, കുൽസിതമൊന്നും ഇല്ല. അതുകൊണ്ട് ഫാമിലിയായിട്ട് പോയി കാണാനും നല്ല സിനിമയാണ്. ഐ വുഡ് ഗിവ് ഇറ്റ് മേ ബി അഗൈൻ ഒരു 6.57. ഇറ്റ്സ് ലൈക്ക് ആവറേജ്.